അപ്പൊ നമുക്ക് ഇംഗ്ലീഷിന്റെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകാം. ഹണി ഡ്രോപ്സ്, റീഡ് ആൻഡ് റീജോയ്സ്, അതാണ് ഹെഡിങ്. അപ്പൊ ഇതേത് ചാപ്റ്ററിന്റെ പേര് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് വെച്ചാൽ എന്താ, ഇനി ആവർത്തിക്കല്ല. അപ്പൊ ഇതിലെന്താ ഉള്ളത്, ഒരു കോഴി ഒരു മുട്ടയിട്ടേക്കും, ഹെൻ. അപ്പൊ ഇത് കോക്ക്. അപ്പോ നമുക്കറിയത്തില്ല എന്താണെന്ന് നോക്കാം. ഇവിടെ എന്താ സംഭവിച്ചേ, പിക്ചേഴ്സാ കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു കണ്ടോ, ഒരു ഹെൻ അവിടെ ഇരുന്ന് മുട്ടയിടുക. അപ്പൊ കോക്ക് എവിടെയോ പോകുന്നു. പിന്നെന്താ സംഭവിച്ചേ, ഓ നോ, എന്താ സംഭവിച്ചു, ഒരു എലി ആ മുട്ട എടുക്കാൻ വരുന്ന ഈ ഹെൻ കാണുക. അപ്പൊ അത് പേടിച്ചിട്ട് ഓ നോ എന്ന് പറയുക. അപ്പോഴത്തേക്ക് എന്തു പറ്റി, ആ എലി ആ മുട്ടയും കൊണ്ട് പോയി. അപ്പൊ ഇവിടെ എന്താ, ഏയ് സ്റ്റോപ്പ്. അപ്പം ഈ ഹെന്നാണ് എന്താ ചെയ്തേ, നിക്കാൻ പറയുന്നുണ്ട്, പക്ഷെ ആൾ ഓടിപ്പോയി. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചേ, ഇത് നമ്മൾ മുമ്പിലത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു, ബസ്സും കാറും കൂടെ കൂട്ടിയിടിക്കുമ്പോഴത്തേക്കും ദാ എലി ഒരാൾ അവിടെ കിടപ്പില്ലായിരുന്നോ. ആ ചാപ്റ്ററിൽ സംഭവിച്ച ഇതില് പറയുന്നേ എന്താ സംഭവിച്ചെന്ന് കണ്ടോ, ഓ മൈ ഏക്ക്. അപ്പം എന്താ സംഭവിച്ചേ, കാർ ആക്സിഡന്റ് ആയപ്പോ ഈ എലി തെറിച്ചു വീണു. അപ്പോ ആ മുട്ട അങ്ങ് തെറിച്ചു പോയപ്പോ പെട്ടെന്ന് കേറി ഈ എഗ്ഗ് ഈ ഹെൻ പിടിച്ചു. ഓ മൈ ഏക്ക് എന്ന് പറഞ്ഞിട്ട് വീട് പിടിച്ചു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ, ഈസ് ഇറ്റ് ഓക്കെ. അപ്പൊ കോക്ക് വന്നിരിക്കുക, ഈ മുട്ടയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുക. ഈസ് ഇറ്റ് ഓക്കെ, അത് കുഴപ്പമൊന്നും ഇല്ലല്ലോ. പിന്നെന്താ കാണിക്കുന്നേ, കണ്ട, കം കം. അപ്പം എലിയുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് എലിനെ രക്ഷിക്കാനായിട്ട് പോവാ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നേ, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അപ്പം ഈ ഹെൻ കോക്കിനോട് പറയുക, ഇത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ, ഐ ആം സോറി. അപ്പം ഈ കോക്ക് ഹെന്നിനോട് പറയുക, സോറി പറയുക. അപ്പം കോക്കിനോട് ഈ മുട്ട സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോ ഹെൻ പോയത്. അത് ചെയ്യാത്തതുകൊണ്ട് കോക്ക് ഹെന്നിനോട് സോറി പറഞ്ഞു. അപ്പൊ എന്താ പറയുന്നേ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അപ്പൊ അതാണ് ചാപ്റ്ററിന്റെ പേര് വരുന്നത്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അപ്പം ഹെൻ പറയും ഇനി ഇത് ആവർത്തിക്കില്ല. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നേ, വെയർ ഈസ് ദി എഗ്, ത്രോ ഇറ്റ് ഇൻ ദി സ്യൂട്ടബിൾ പ്ലേസ്. കണ്ട. അപ്പൊ എന്ത് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാ, ഈ പിക്ചേഴ്സ് നമ്മൾ മുമ്പത്തെ ആ ചാപ്റ്ററിൽ കണ്ട പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പിക്ചേഴ്സ് ഒക്കെ ഉള്ളപ്പോ എഗ് എവിടെ ആയിരുന്നു എന്നാ. അപ്പൊ ഈ ഹെന്ന മാത്രം ഉണ്ടായിരുന്നപ്പോ എഗ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കോക്ക് വന്ന് ക്ഷമ ചോദിക്കുമ്പോ സോറി പറയുമ്പോ ഹെന്നിന്റെ കയ്യിലുണ്ട്. ഈ വഴക്ക് പറയുമ്പോഴും ഹെന്നിന്റെ കയ്യിൽ തന്നെ ഉള്ളത്. പിന്നെ മൗസ് ഓടുമ്പോ എന്താ, മൗസിന്റെ കയ്യിലുള്ളത്. അപ്പൊ ഇത്രേ ഉള്ളു ഈ ചാപ്റ്റർ. കണ്ടോ, സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി പഠിക്കണം.